29.5 മണിക്കൂർ നീണ്ട ദുരന്തത്തിന് ശേഷം ദുബായിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പുറപ്പെട്ടു. ബുധനാഴ്ച രാവിലെ പുറപ്പെടേണ്ട വിമാനമാണ് ഒരു ദിവസത്തിലധികം വൈകി പുറപ്പെട്ടത്. യാത്രക്കാർക്ക് ദുരിതകഥകൾ ദുബായിൽ നിന്നും ജയ്ഹിന്ദ് ടിവി ഇന്നലെ മുതൽ വിശദമായി സംപ്രേഷണം ചെയ്തിരുന്നു. വിശദാംശങ്ങളുമായി ദുബായിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എൽവിസ് ചുമാർ ചേരുന്നുണ്ട്. വിമാനം വൈകി ഓടുന്നതിൽ ഒരുപാട് പ്രതിഷേധമുണ്ടായിരുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? റോണിയ, നീണ്ട 29.5 മണിക്കൂറിന്റെ കാത്തിരിപ്പിന് ശേഷം പരിഹാരമായിരിക്കുന്നു. ദുരിതയാത്ര കഴിഞ്ഞ് അവർ മടങ്ങിയിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 150 പേരാണ് വിമാനത്തിൽ കയറി പുറപ്പെട്ടിരിക്കുന്നത്. ദുബായിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ് വിമാനം പുറപ്പെട്ടിരിക്കുന്നത്. അച്ഛൻ മരിച്ചിട്ട് നാട്ടിൽ പോകാനാകാതെ കുടുങ്ങിപ്പോയ മലയാളിയുടെ കണ്ണീർ, പ്രവാസിയുടെ കണ്ണീർ ഉൾപ്പെടെ നമ്മൾ ഇന്നലെ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ അടിയന്തര ആവശ്യങ്ങൾക്ക് പോയിരുന്ന നിരവധി പേർ വിമാനത്തിലുണ്ടായിരുന്നു. അവരെല്ലാം പുറപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ, അതായത് ബുധനാഴ്ച രാവിലെ 6:05 പോകേണ്ട വിമാനമാണ് ഇന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഈ ദുബായ് സമയം 11:30 ഇന്ത്യൻ സമയം 1 മണിയോടെ പുറപ്പെട്ടത്. ഏകദേശം 29 മണിക്കൂറാണ് വിമാനത്തിൽ യാത്രക്കാർ കുടുങ്ങിയത്. ഇവർക്ക് പിന്നീട് ഇന്നലെ രാത്രിയോടെ ഹോട്ടലിലേക്ക് താമസം അനുവദിച്ചിരുന്നു. ബുധനാഴ്ച രാവിലെ മോശം കാലാവസ്ഥ മൂലം വിമാനം UAE റാസക്കൈമിൽ വിമാനത്താവളത്തിൽ ഇറക്കുകയാണ്. ഇതോടെയാണ് സർവീസിന്റെ താളം തെറ്റിയത്. പിന്നീട് വിമാനം ദുബായിൽ എത്തിയപ്പോൾ വിമാന ജീവനക്കാരുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് സർവീസ് നിർത്തിവെക്കുകയായിരുന്നു. ഇതോടെയാണ് യാത്രക്കാർ ദുരിതം വർദ്ധിച്ചത്. തുടർന്ന് ഇന്ന് ഉച്ചയോടെ പുറപ്പെടുകയായിരുന്നു. റോണിയ, ശരി, വ്യക്തമാണ്. എന്തായാലും 28 മണിക്കൂർ വൈകിയാണ് വിമാനം പുറപ്പെടുന്നത് എന്നുള്ളതാണ്. യാത്രക്കാരുടെ അടക്കമുള്ള ദുരിതങ്ങൾ ഒന്നും തന്നെ വാക്കാൽ അറിയിക്കാൻ കഴിയുന്നതിൽ അവരുടെ പ്രതിഷേധങ്ങൾക്കും അർത്ഥമുണ്ട് എന്നുള്ളതാണ്. എൽവിസ് ആണ് വിവരങ്ങൾ നൽകിയത്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.